പൊന്നാനിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയിൽ മുന്നണികൾ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന ചിന്തയിലാണ് മുന്നണികൾ. മുബഷീർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 69% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം കാണപ്പെട്ടത്. നിലവിലെ കണക്കനുസരിച്ച് പൊന്നാനി നിയോജക മണ്ഡലം, തവനൂർ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി കോട്ടക്കലിലെ പോളിംഗ് ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF വലിയ വിജയം ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും വിവിധയിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള സാങ്കേതിക തകരാറുകൾ മൂലം വോട്ടിംഗ് മണിക്കൂറുകളോളം വൈകുന്നൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ടായി. തിരൂരങ്ങാടിയിൽ കള്ളവോട്ട് ചെയ്തെന്ന് ആരോപിച്ചുകൊണ്ട് തിരൂരങ്ങാടി സ്വദേശിയായ മുസ്തഫ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. തൻ്റെ പേരിലുള്ള വോട്ട് മറ്റൊരു വ്യക്തി ഇത്തരത്തിൽ ബാലറ്റ് വോട്ടായി ചെയ്തു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ച മൂലം തനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. താനൂർ, ചെറുമരുതൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ രാത്രി ഏറെ വൈകിയും ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്നൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസമായതിനാൽ ജുമാ സമയത്ത് ഏറെ ഈ ഒരു പോളിംഗ് ശതമാനം കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ വലിയ രീതിയിൽ വിവിധയിടങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ ഒഴുകിയെത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. താനൂർ, തിരുരങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ 6 മണിക്ക് ശേഷവും വോട്ട് ചെയ്യാനെത്തിയ ആളുകളെ പോലീസ് കടത്തിവിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസും അതുപോലെ തന്നെ വോട്ടേഴ്സും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ടായിരുന്നു. മണ്ഡലത്തിൽ ഇന്ന് മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.